ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിൽ സലീം കുമാറിൻ്റെ ശവസംസ്കാരത്തിൽ നടന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞ് സംസാരിക്കാം. നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അതുമാത്രമല്ലല്ലോ, സലീം കുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്കാണ്. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? മരിച്ചു കഴിഞ്ഞിട്ട് വളരെ മോശമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടത്തി. ഇത് നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്, മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ചൊരു നടനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ ചത്തുകൂടെ എന്നാണ് സുഖമില്ലാതെ ഒരാൾ. ഇതാണ് നമ്മുടെ കേരളം. ആരാണ് ഇതിൻ്റെ പുറകിൽ, ഈ ക്യാമ്പയിൻ്റെ പുറകിൽ? എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് ഇവിടെ. ഒരുപാട് പേർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരാൾ സുഖമില്ലാതെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ലത്. കേരളം അത് തിരിച്ചറിയും. ഇത് ചെയ്യുന്ന ആളുകൾ ഇത് മനസ്സിലാക്കണം. മുഖ്യമന്ത്രി ഈ വീഡിയോയിൽ പറയുന്നത് സലീം കുമാർ മരണത്തിന് തൊട്ടു മുമ്പുള്ള വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് പോലും സോഷ്യൽ മീഡിയയിൽ നടന്ന കാമ്പയിനെക്കുറിച്ചും അതിൽ വന്ന കമൻറ്റുകളെക്കുറിച്ചുമാണ്. ഞാനും കണ്ടിരുന്നു ചില കമൻറ്റുകളൊക്കെ. ഒരു മനുഷ്യത്വരഹിതമായ രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ ധാരാളമായി കാണാൻ കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടോ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കണക്കിനാണെങ്കിൽ സലീം കുമാർ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടത്തിയ കാമ്പയിനാണ് ഈ തെറിവിളിക്കും ഒന്ന് ചത്തുകൂടെ എന്ന് പറയുന്ന നികൃഷ്ട വർത്തമാനത്തിലേക്കും മാറിപ്പോയിരുന്നത് എന്ന് നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി മലയാളികളെ എന്തും വേണ്ടം ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായ ഫലിതങ്ങൾ പറഞ്ഞൊരു വ്യക്തിയായിരുന്നു സലീം കുമാർ. പക്ഷേ ആ പുള്ളിയുടെ മരണ സമയത്ത് പോലും സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ബോക്സിൽ എഴുതുന്നവർ വെറും വൃത്തികെട്ട രീതിയിൽ എഴുതിയ ഈ ചിന്താഗതി ജനങ്ങൾ മാറ്റിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരിക്കലും ഇത് നന്നല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.